നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നുള്ളത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ വവ്വാക്കാവ് എത്തുന്നതിന് മുമ്പായിട്ട് ആനന്ദ ജംഗ്ഷൻ എന്ന് പറഞ്ഞ ചെറിയൊരു ജംഗ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ ഓച്ചര വരെയുള്ള പൂർണ്ണമായിട്ടുള്ള അപ്ഡേറ്റാണ്. വിശ്വസമുദ്ര കൺസ്ട്രക്ഷനാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മളിപ്പം വവ്വാക്കാവ് എത്തുന്നതിന് കുറച്ച് മുമ്പായിട്ടുള്ള സ്ഥലത്താണ്. ഇടത്തെ സൈഡിൽ ഒരു അമ്പലമൊക്കെ ഉണ്ട്. അമ്പലത്തിൻ്റെ ഭാഗത്തായിട്ടാണ് ഉള്ളത്. ഇപ്പം നമ്മൾ ഈ ഒരു ഭാഗത്ത് വലത്തേ സൈഡിലായിട്ടായിരുന്നു ആദ്യമേ വിശ്വസമുദ്ര പണി സ്റ്റാർട്ട് ചെയ്തത്. ഡ്രൈനേജിൻ്റെ പണി തുടങ്ങിക്കൊണ്ടായിരുന്നു വിശ്വസമുദ്ര പണി തുടങ്ങിയത്. ഇപ്പം നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ പൊങ്ങിയിരിക്കുന്ന റോഡിൻ്റെ ഒരു ഭാഗം, അതായത് മണ്ണിട്ട് ഉയർത്തിയിരിക്കുന്ന ഭാഗത്തായിട്ട് അതിൻ്റെ മുകളിലായിരുന്നു ഇപ്പോൾ സർവീസ് റോഡിലിട്ടിരിക്കുന്ന മെറ്റൽ ഈ ഒരു ഭാഗത്തായിട്ടായിരുന്നു കൊണ്ടിട്ടിരുന്നത്. അതിപ്പോൾ പൂർണ്ണമായിട്ട് ഇപ്പം സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് നിരത്തി കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ഒരു ഭാഗത്തും വലത്തേ സൈഡിലായിട്ട് മാത്രം ക്രാഷ് ബാരിയർ നിർമ്മാണവും കുറച്ച് പൂർത്തിയായിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കോൺക്രീറ്റൊക്കെ ഉണ്ട്. കമ്പി ഉയർത്തി തന്നെ നിർത്തിയപ്പോൾ ഉണ്ട്. നമ്മൾ പിന്നെ വവ്വാക്കാവ് ഭാഗത്തോട്ട് വരുമ്പോൾ പിന്നെ ഇടത്തേ സൈഡിലായിട്ടാണ് പിന്നെ വർക്ക് തുടങ്ങിയിരിക്കുന്നത്. ആ വളവ് വരുമ്പം അപ്പോൾ ആ ഒരു ഭാഗത്തായിട്ട് ഇപ്പം സർവീസ് റോഡ് വരുന്ന ഭാഗത്തും മെയിൻ റോഡ് വരുന്ന ഭാഗത്തും മെൻറ്റിലിട്ട് കുറച്ച് ലെങ്തിലായിട്ട് നിരത്തി കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെ ആ ഒരു ഭാഗത്തായിട്ട് തന്നെ ക്രാഷ് ബാരിയർ നിർമ്മാണം കുറച്ച് ലെങ്തിലായിട്ട് പൂർത്തിയായിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വരുന്ന ഞായറാഴ്ചയാണ് ആറ്റുകാൽ പൊങ്കാല. മിക്ക ജില്ലക്കാരും, അതായത് പ്രത്യേകിച്ച് നമ്മൾ കൊല്ലം ജില്ലക്കാരും പിന്നെ ആലപ്പുഴ ജില്ലക്കാരും കൂടുതൽ പേര് ആശ്രയിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പണി നടക്കുന്ന ദേശീയപാത 66 കൂടി ആയിരിക്കും പോകാൻ ശ്രമിക്കുന്നത്. അല്ലാതെ എറണാകുളം കഴിഞ്ഞ് പിന്നെ നമ്മൾ അങ്ങോട്ട് വടക്കോട്ട് പോകുന്ന ജില്ലകൾ മിക്കവാറും MC റോഡ് വഴി ആയിരിക്കും ആശ്രയിക്കുന്നത്. നമ്മൾ കൊല്ലം ആലപ്പുഴ ജില്ലയിലുള്ളവർ ഈ വഴി തന്നെ ആയിരിക്കും പോകാൻ നോക്കുക, ആറ്റുകാലിലോട്ട് പോകാൻ നോക്കുക. അപ്പം കൂടുതൽ സ്ഥലങ്ങളിൽ നമുക്ക് ഓവർടേക്ക് ചെയ്ത് കയറാൻ പറ്റാത്ത അവസ്ഥയുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പം ശ്രദ്ധിച്ച് പോയിട്ട് തിരിച്ചു വരാൻ നോക്കുക. നമുക്കിപ്പം കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ പോകുന്നതിൻ്റെ കൂട്ട് പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. കാര്യം റോഡിലെല്ലാം പണി നടക്കുന്നത് ഒരു പ്രത്യേക കാര്യമാണ്. അപ്പം കുറച്ച് താമസിച്ചിട്ടാണ് തിരിച്ചു വരുന്നതെങ്കിലും ശ്രദ്ധിച്ച് പതുക്കെ പോയിട്ട് വരാൻ ശ്രമിക്കുക. നമ്മളിപ്പം വവ്വാക്കാവിലാണ് എത്തിയിരിക്കുന്നത്. വവ്വാക്കാവ് കഴിഞ്ഞിട്ട് വരുന്ന ഭാഗത്ത് കുറച്ചും കൂടെ ലെങ്തിലായിട്ട് ആറുവരിപ്പാത വരുന്ന ഭാഗത്തായിട്ട് ടാറിങ് കുറച്ചും കൂടെ പൂർത്തിയായിട്ടുണ്ട്. ആദ്യത്തെ ലെയറാണ് ഇവിടെയും കഴിഞ്ഞിരിക്കുന്നത്. പിന്നെ മുമ്പോട്ട് വരുന്ന ഭാഗത്തായിട്ട് തന്നെ ഇടത്തെ സൈഡിൽ കുറച്ചും കൂടെ ലെങ്തിലായിട്ട് തന്നെ ക്രാഷ് ബാരിയർ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇപ്പം ആ ക്രാഷ് ബാരിയർ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നതിൻ്റെ ഇടയ്ക്കായിട്ട് തന്നെ നമ്മുടെ നിലവിലെ റോഡിൻ്റെയും ഇടയ്ക്കായിട്ട് തന്നെ കുറച്ചും കൂടെ മണ്ണിട്ട് ഫില്ല് ചെയ്യാനുണ്ട്. അതിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നിക്കുന്നത് നമ്മുടെ കറക്റ്റ് ആ ഒരു ലെവലിലായിട്ട് തന്നെയാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഇനി എടുത്ത് മാറ്റാതെ ചിലപ്പോൾ അവിടെ ഇനി മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന പണി ഉണ്ടായിരിക്കത്തില്ല. ഇവിടെ ഇപ്പം സർവീസ് റോഡ് വരുന്ന ഭാഗത്തും കുറച്ചും കൂടെ അവർ മെറ്റിലിട്ട് നിരത്തി എടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ ഇനി വരുന്നത് ചങ്ങാംകുളങ്ങരയിലെ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ടാണ് ഇനി വരുന്നത്. നമ്മളിനി ചങ്ങാംകുളങ്ങര അണ്ടർപാസ് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ പിന്നെ ഇവിടെ ഒരു കലുങ്കിൻ്റെ നിർമ്മാണം കൂടെ ബാക്കിയുണ്ട്. അവിടെ ഇനി പുതിയതായിട്ട് ഇനി കലുങ്കിൻ്റെ നിർമ്മാണമൊക്കെ പണിയാനുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചങ്ങാംകുളങ്ങര അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് വന്നു കഴിഞ്ഞാൽ പകുതി ഭാഗം മാത്രമേ നിർമ്മാണം കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇവിടെ വലതു ഭാഗത്തായിട്ട് പിന്നെ അവർ ചെറിയ റിട്ടേണിംഗ് വാൾ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന പണി തുടങ്ങിയിട്ടുണ്ട്. അവിടെ വലതു ഭാഗത്തായിട്ട് തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് കുറച്ച് ലെങ്തിലായിട്ട് മെറ്റീരിയലിട്ട് നിരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും പണിയുള്ളൂ ഈ ഒരു ഭാഗത്തായിട്ട്. പിന്നെ നമ്മൾ അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് വരുമ്പം ഇടത്തെ സൈഡിലായിട്ട് പിന്നെ കുറച്ചും കൂടെ റിട്ടേണിംഗ് വാൾ ഉയർത്തി ഇടത്തെ സൈഡിലായിട്ട് മെറ്റിലേക്ക് ഇട്ട് സർവീസ് റോഡ് വരുന്ന ഭാഗം കുറച്ച് ലെങ്തിലായിട്ട് പൂർത്തിയായിട്ടുണ്ട്. ഇത്രയും പണിയുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ചങ്ങാംകുളങ്ങര കഴിഞ്ഞ് പിന്നെ ബ്ലോക്ക് ജംഗ്ഷൻ എത്തുമ്പോഴാണ് പിന്നെ അവിടെ കുറച്ച് ലെങ്തിലായിട്ട് ടാർ ചെയ്തിരിക്കുന്നത്. അവിടെയും ആദ്യത്തെ ലെയറാണ് കുറച്ച് ലെങ്തിലായിട്ട് ടാർ ചെയ്തിരിക്കുന്നത്. നമ്മൾ പിന്നെ ചങ്ങാംകുളങ്ങരയിൽ നമ്മൾ അണ്ടർപാസ് കഴിഞ്ഞ് പിന്നെ മുമ്പോട്ട് വരുമ്പം ഇവിടെ ആദ്യമായിട്ട് അവർ റിട്ടേണിംഗ് വാൾ, കോൺക്രീറ്റ് വാൾ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഭാഗത്തായിട്ട് തന്നെ ഹൈറ്റിലായിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പം വലത്തേ സൈഡിലായിട്ട് അത്രയും ലെങ്തിലായിട്ട് അവിടെ പൂർത്തിയായിട്ടുള്ളൂ. ഇവിടെ ഇത്രയും ലെങ്തിലായിട്ട് ഇടത്തേ സൈഡിലും കുറച്ച് ഹൈറ്റിലായിട്ട് ആ ഒരു ഭിത്തിയുടെ നിർമ്മാണം, കോൺക്രീറ്റ് ഭിത്തിയുടെ നിർമ്മാണം അവിടെയും കഴിഞ്ഞിട്ടുണ്ട്. അത് കുറേ നാളിന് മുമ്പേ ഈ രണ്ട് സൈഡിലുമായിട്ടുള്ള ഭിത്തിയുടെ നിർമ്മാണം കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്ന ഭാഗത്ത് ഇടത്തേ സൈഡിലും കുറച്ച് ലെങ്തിലായിട്ട് തന്നെയൊക്കെ അവർ മെറ്റിലിട്ട് നിരത്തിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അത്രയും പണിയുള്ളൂ. ഇവിടെ പിന്നെ ഇത്രയും പണി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത്രയും ലെങ്തിലായിട്ട് തന്നെ ഇവിടെയും ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ തന്നെ നമുക്കിപ്പം ഇടത്തെ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പഴയ റോഡിൻ്റെ കുറച്ച് ഭാഗം അവർ പൊട്ടിച്ച് കളഞ്ഞിട്ട് അവിടെ ഇപ്പം ക്രാഷ് ബാരിയർ നിർമ്മാണം ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് ലെങ്തിലായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മിക്കവാറും ഇനിയിപ്പം ഇതിൻ്റെ മുകളിൽ കൂടി ഇപ്പം കഴിഞ്ഞ ടാറിങ് കഴിഞ്ഞതിൻ്റെ മുകളിൽ കൂടി കഴിഞ്ഞ് വാഹനങ്ങൾ കടത്തി വിട്ടിട്ട് ഉടൻ തന്നെ ഇടത്തെ സൈഡിലെ പഴയ റോഡെല്ലാം കുത്തിപ്പൊളിച്ചിട്ട് അടുത്ത പണി പെട്ടെന്ന് തന്നെ തുടങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. എല്ലാ റീച്ചിലും ഇപ്പം നല്ല ആക്റ്റീവായിട്ടുള്ള പണി ഇപ്പം നമ്മൾ ചെല്ലുന്നിടത്ത് എല്ലായിടത്തും ഉണ്ട്. നമ്മളിപ്പം ബ്ലോക്ക് ജംഗ്ഷൻ കഴിഞ്ഞ് നേരെ വല്യകുളങ്ങര അമ്പലത്തിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പം ഇടത്തെ സൈഡിലായിട്ട് കുറച്ചും കൂടെ ലോഡ് അവർ മണ്ണ് കൊണ്ടുവന്നിട്ട് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. നിലവിലെ റോഡിനോട് ചേർന്ന് തന്നെ ഇടത് ഭാഗത്ത് കുറച്ചും കൂടെ മണ്ണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്.
പിന്നെ വലിയ പണിയൊന്നും ഈ ഒരു ഭാഗത്തായിട്ട് നടക്കുന്നില്ല. ഇവിടെ ഇപ്പം എനിക്ക് തോന്നിക്കുന്ന ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണത്തിനായിട്ടായിരിക്കണം ഇടത്തെ സൈഡിൽ നിന്ന് കുറച്ച് ലെങ്തിലായിട്ട് അവർ മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പം ഇവിടെ ഇപ്പം നേരെ വരുന്നതെന്ന് പറഞ്ഞാൽ പള്ളിമുക്ക് ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടെ ഇപ്പം വലത്തോട്ടുള്ള ചെറിയൊരു റോഡുണ്ടായിരുന്നു, അത് ബ്ലോക്ക് ചെയ്തിട്ട് അവിടെ ഇപ്പം ഓടയുടെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുന്നിടത്ത് പിന്നെ കുറച്ച് ലെങ്തിലായിട്ട് തന്നെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ലെയറാണ് കഴിഞ്ഞത്. പിന്നെ ഇവിടെ ഇപ്പം വലതുഭാഗത്ത് തന്നെ കുറച്ച് ലെങ്തിലായിട്ട് ക്രാഷ് ബാരിയർ നിർമ്മാണവും കുറച്ച് പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ പിന്നെ ഇടത്തെ സൈഡിൽ പിന്നെ മുമ്പോട്ട് വരുന്ന ഭാഗത്തായിട്ട് തന്നെ മെറ്റിലിട്ട് നിരത്തി എടുക്കുന്ന പണിയും ഈ ഒരു ഏരിയയിലായിട്ട് നടക്കുന്നുണ്ട്. വലതുഭാഗത്ത് കണ്ട സർവീസ് റോഡ് വരുന്ന ഭാഗവും കുറച്ച് പണി പൂർത്തിയായിട്ടുണ്ട്, മണ്ണിട്ട് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിപ്പം പള്ളിമുക്ക് കഴിഞ്ഞ് നേരെ പരബ്രഹ്മ ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പം ഹോസ്പിറ്റലിൻ്റെ വലതുഭാഗത്ത് കാണുന്നതാണ് ഹോസ്പിറ്റലിൻ്റെ നേരെ ഇടതുഭാഗത്തൊരു ബിൽഡിങ് സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് പൊളിച്ചു മാറ്റാനും ബാക്കിയുണ്ട്. പിന്നെ മുമ്പോട്ട് വരുന്ന ഭാഗത്തായിട്ട് തന്നെ ഇത്രയും സ്ഥലത്തായിട്ട് മണ്ണിട്ട് അവർ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് നമ്മൾ മുമ്പോട്ട് വരുന്നിടത്താണ് പിന്നെ ടോൾ പ്ലാസയുടെ നിർമ്മാണം നടക്കുന്ന ഭാഗം. അതുകൊണ്ട് തന്നെ രണ്ട് സൈഡിൽ നിന്നും സർവീസ് റോഡ് ഒഴിച്ച് അവർ ഡ്രൈനേജിൻ്റെ പണി കുറച്ചും കൂടെ ഉള്ളോട്ട് കയറ്റിയാണ് ഈ ഒരു ഭാഗത്തായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുന്ന ഭാഗത്ത് അവർ കുറച്ചും കൂടി ഇങ്ങോട്ട് ലെങ്തിലോട്ട് ആ ഓച്ചറ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് കുറച്ചും കൂടെ ലെങ്തിലായിട്ട് തന്നെ ആറൂരി പാത വരുന്ന ഭാഗത്തായിട്ട് തന്നെ ഇപ്പം വലത്തെ സൈഡിൽ കാണാം കുറച്ചും കൂടെ അവർ WMM എന്ന് പറയുന്ന കോൺക്രീറ്റ് സംഭവം ഇവിടെ കുറച്ചും കൂടെ ലെങ്തിലായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മൾ വവ്വാക്കാവ് മുതൽ ഓച്ചറ വരെയുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും, കാത്തിരിക്കുക.